അമ്പലത്തിൽ വന്നിറങ്ങുമ്പോൾ തന്നെ നീതുവിന് എന്തൊക്കെയോ സംശയം തോന്നും. നീതു വയ്ക്കും എന്തെങ്കിലും പ്ലാനുമായിട്ട് ഇറങ്ങിയതാണോ നിങ്ങൾ? അമ്മ പറയും എന്ത് പ്ലാന്? ഇത് അമ്പലമാണ്, മര്യാദയ്ക്ക് പ്രാർത്ഥിക്കാൻ നോക്ക്. നീതു പ്രാർത്ഥിക്കുന്നത് ഹരീഷുമായിട്ടുള്ള കല്യാണം നടക്കാനാ. അമ്മയാണെങ്കിൽ ഇന്ന് തന്നെ അവളുടെ കല്യാണം നടക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അവളോടത് പറയാൻ വരെ അവർക്ക് പേടിയാ. പൂജാരി വന്ന് അവർക്ക് പ്രസാദം കൊടുക്കുകയാണ്. അമ്മയോട് ചോദിക്കും ഇതാണോ കുട്ടി? അമ്മ പറയും അതെ. പൂജാരി നീതുവിനോട് പറയും ദീർഘസുമംഗലി ഭവ. ഇത് കേൾക്കുമ്പോൾ നീതുവിന് സന്തോഷമാവും. നീതുവിൻ്റെ ചേട്ടൻ അങ്ങോട്ട് വന്നിട്ട് പറയും നിങ്ങളിവിടെ നിൽക്കുക, അങ്ങോട്ട് വാ. നീതു ചോദിക്കും നീ എന്താ ഇവിടെ? അമ്മ പറയും വാ മോളേന്ന് പറയും. നീതു ചോദിക്കും എന്തിനാ എന്നെ കൂട്ടി കൊണ്ടുപോകുന്നത്? എന്തോ പൂജിച്ച ചരട് എന്ന് പറയുന്നത് നീതു കേൾക്കുന്നുണ്ട്. നീതു പറയും ഞാൻ ഹരീഷിനെ മറക്കാൻ വേണ്ടിയിട്ട് ചരട് കെട്ടാനാണോ? അതുകൊണ്ടൊന്നും കാര്യമില്ല. അമ്മ പറയും ചരട് കെട്ടാനൊന്നും അല്ല, നീ ഇങ്ങ് വാ. നീതു അവിടെ എത്തുമ്പോൾ കാണുന്നത് കല്യാണത്തിന് റെഡി ആയിരിക്കുന്ന ശ്യാമിനെയാണ്. നീതു ചോദിക്കും ആ ഇന്ന് ചേട്ടൻ്റെ കല്യാണമാണോ? എവിടെ പെണ്ണെവിടെ? എന്തായാലും ഹാപ്പി മാരീഡ് ലൈഫ്. ചേട്ടൻ പറയും നീ ഇങ്ങ് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. നീതു ചോദിക്കും എന്ത് കാര്യം? നീതുവിനെ കുട്ടി അപ്പുറത്ത് പോവുകയാണ് അവർ. നീതു ചോദിക്കും ശ്യാമിൻ്റെ കല്യാണമാണെന്നെങ്കിൽ എന്നോട് ആദ്യമേ ഒന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരണോ? ഞാൻ വരില്ലായിരുന്നോ? അച്ഛൻ പറയും നീ അവൾക്ക് മനസ്സിലാവുന്ന പോലെ പറഞ്ഞു കൊടുക്ക്. അവളുടെ ചേട്ടൻ പറയും നീയാണ് കല്യാണ പെണ്ണ്. ഇത് കേൾക്കുമ്പോൾ നീതു പൊട്ടിച്ചിരിക്കും. അമ്മ നീതുവിനോട് പറയും ഒന്ന് മനസ്സിലാക്കും മോളെ, നിൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. നീതു പറയും എൻ്റെ ജീവിതത്തിലേ ആരും ഇടപെടണ്ട. എൻ്റെ ജീവിതം എങ്ങനെ വേണമെന്ന് എനിക്കറിയാം. ഈ കല്യാണത്തിന് ഞാൻ നിന്ന് തരില്ല. ചേട്ടനോട് പറയും അവനെ നീ തന്നെ അങ്ങ് കെട്ടിക്കോ. അച്ഛനും അമ്മയും പിന്നെയും നീതുവിനോട് സംസാരിക്കുകയാണ്. നീതു പറയും ഒരിക്കൽ നിങ്ങൾക്കെതിരെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തതാണ് ഞാൻ. ഇപ്പം ഞാൻ അങ്ങോട്ടൊന്ന് വിളിച്ചാൽ മതി, നിങ്ങളെ 3 പേരെയും കൊണ്ടുപോകും. കാണണമെന്ന് പറഞ്ഞിട്ട് നീതു ഫോൺ എടുക്കുമ്പോൾ അവളുടെ ചേട്ടൻ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങാണ്. എന്നിട്ട് അവളെയും കൂട്ടി മണ്ഡപത്തിലേക്ക് പോവും. അവളാണെങ്കിൽ വിട് എന്ന് പറയുന്നുണ്ട്, പക്ഷെ അവൻ വിടില്ല. അവിടെ എത്തുമ്പോൾ നീതു ശ്യാമിനോട് വയ്ക്കും തനിക്ക് നാണമില്ലേ? എനിക്ക് ഹരീഷിനെയാണ് ഇഷ്ടം, ഞാൻ ഹരീഷിനെ മാത്രമേ വിവാഹം കഴിക്കൂ. പക്ഷെ അവരാരും അതൊന്നും ചെവി കൊള്ളില്ല. നീതുവിനെ അവിടെ ഇരുത്തുകയാണ്. എന്നിട്ട് താലി കെട്ടാൻ പറയും. അവൻ താലി കെട്ടാൻ നോക്കുമ്പോൾ നീതു പറയും ഐ ആം പ്രഗ്നൻറ്റ്. അത് കേൾക്കുമ്പോൾ ശ്യാമൊന്നും ഞെട്ടും. അമ്മ പറയും അവൾ വെറുതെ പറയാം മോനെ, അവൾക്ക് ഈ കല്യാണം മുടക്കണം. നീതു പറയും അല്ല, ഞാൻ 2 മാസം ഗർഭിണിയാണ്. ഇത് കേൾക്കുമ്പോൾ ശ്യാമ പറയും എനിക്ക് ഈ കല്യാണം വേണ്ട. കോംബോ ഓഫർ പോലെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ വേണ്ട ആവശ്യം എനിക്കില്ല. അതും പറഞ്ഞ് ശ്യാമ കൂട്ടുകാരെയും കൂട്ടി അവിടുന്ന് പോവാണ്. സുഭാഷിന് വേണ്ടി സുധി മുഖത്ത് ശൂലം കുത്താൻ വേണ്ടി റെഡി ആവുകയാണ്. ശൂലമൊക്കെ കുത്തിക്കഴിഞ്ഞ് സുധി വേദന എടുത്തിരിക്കുമ്പോൾ നിധി ചോദിക്കും വേദനയുണ്ടോ? സുധി കുറച്ച്. അവരോട് അമ്പലത്തിൻ്റെ മുന്നിലേക്ക് ചെല്ലാൻ പറയും. അവരവിടെ ചെല്ലുമ്പോൾ കോമര പറയും എല്ലാം ശരിയായിട്ടുണ്ട്, എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറയും. നിധി ചോദിക്കും സുഭാഷ് ചേട്ടൻ്റെ കല്യാണം എപ്പോൾ നടക്കും? കോമരം പറയും തടസ്സങ്ങളൊക്കെ നീങ്ങി, കല്യാണം ഉടനെ നടക്കും. നടന്നിട്ട് ഉറയ്ക്കാത്ത കല്യാണം ഉറയ്ക്കും. അത് കേൾക്കുമ്പോൾ സുധിക്ക് സന്തോഷം തോന്നും. വീട്ടിലെത്തിയിട്ട് നീതുവിനോട് അമ്മ ഇതേ കാര്യം തന്നെ പിന്നെയും ചോദിക്കുകയാണ്. നീതു പറയും സത്യമാണ്, ഞാൻ ഗർഭിണിയാണ്. ഇത് കേൾക്കുമ്പോൾ നീതുവിൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ പേടിയാവും. സുധി കൊലായിലിരിക്കുമ്പോൾ നിധി സുധിയുടെ അടുത്തേക്ക് വരികയാണ്. വേദന ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സുധി പറയും ഇപ്പോൾ കുഴപ്പമില്ല, ഞാൻ കരുതിയത് സുധി അത് ചെയ്യില്ലെന്നാ. സുധി പറയും ഇയാൾ പറഞ്ഞതല്ലേ, സുഭാഷ് ചേട്ടന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അത് തീരട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. നിധി ഏതായാലും അങ്ങനെ നേർന്നത് നന്നായി. വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ബോറടിക്കുന്നുണ്ടോ? നിധി പറയേ ഇല്ല. സുധി വയ്ക്കും നമുക്കൊന്ന് പുറത്തു പോയാലോ? നിധി പറയും ഞാൻ പറഞ്ഞതൊക്കെ കേട്ട ആളല്ലേ, പോവാം. എന്നാൽ നമുക്ക് അതിൽ പോകാമെന്ന് പറഞ്ഞിട്ട് സുധി ഒരു സൈക്കിൾ കാണിക്കും. നിധിക്ക് സൈക്കിളിലോ? ഞാനിതുവരെ അതിലൊന്നും കയറിയിട്ടില്ല. അത് കുഴപ്പമില്ല, അത് സിമ്പിളാ. അതും പറഞ്ഞ് സുധി സൈക്കിളിലെ പിറകിൽ നിധിയെ ഇരുത്തിയിട്ട് സൈക്കിളും കൊണ്ട് അവിടെ നിന്ന് പോവാണ്. ഇത് കാണുമ്പോൾ ഹരീഷിനും നികേഷിനും സന്തോഷമാവും. പോകുമ്പോൾ സുധി പറയും ഹായ് നല്ല തണുത്ത കാറ്റല്ലേ. നിധി വയ്ക്കൂ ഇയാളാരാ നിവിൻ പോളിയോ? സുധി പറയും സത്യമായിട്ട് നിധി, നാട്ടുമ്പുറത്തെ തണുത്ത കാറ്റിനെ ഒരു പ്രത്യേക സുഖമാണ്. നിധി അറിയും ഹലോ, ഞാനും ഒരു നാട്ടുമ്പുറത്താണ് വളർന്നത്. സുധി അറിയോ ശരിയാണല്ലോ, തക്കല ആ ഓണം കയറാൻ മൂലയെന്നാണല്ലോ ഇയാളും വന്നത്. നിധി അറിയും എന്ന് എഴുതിയിട്ടേ ഞാൻ നിങ്ങളെക്കാളൊക്കെ പരിഷ്കാരിയാണ്.